എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ബജറ്റായിരുന്നു കഴിഞ്ഞു പോയത്. കാരണം കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ 2023 സെപ്റ്റംബർ മുതൽ നമുക്ക് പെൻഷൻ ലഭിക്കാനുണ്ട്. ഫെബ്രുവരി കൂടി ചേർക്കുകയാണ് എങ്കിൽ 6 മാസത്തേത് അതാകും. അങ്ങനെ വരുമ്പോൾ ഓരോ ഗുണഭോക്താവിനും ലഭിക്കാനുള്ളത് 9600 രൂപയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തുണ്ടാകും എന്ന് ഉറ്റുനോക്കിയിട്ടുള്ള രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം ബജറ്റാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇതിൽ ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രഖ്യാപനങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ആദ്യം തന്നെ പറയാം, പെൻഷൻ വർധനവ് ഇല്ല, അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയപ്പോൾ അതിന് മറുപടിയായിക്കൊണ്ട് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രസ്താവനയുണ്ടായിരുന്നു. പെൻഷൻ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്, അത് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും എന്ന്. പക്ഷേ ഈ ബജറ്റിൽ അത് ഉണ്ടായില്ല. LDFന്റെ ഭാഗത്തുനിന്ന് CPMന്റെ ഭാഗത്തുനിന്ന് അടിത്തട്ടിലുള്ള പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നു, പെൻഷൻ 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന്. കാരണം 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരിക്കുമ്പോൾ വർദ്ധിപ്പിച്ച ഒരു പെൻഷൻ നൽകിക്കൊണ്ട് ഇലക്ഷനെ നേരിടുമ്പോൾ ചെറിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അതും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. പെൻഷൻ വർധനവില്ല. കൃത്യമായിട്ട് ഏപ്രിൽ മാസം മുതൽ പെൻഷൻ എല്ലാം കുടിശ്ശികയില്ലാതെ നൽകും എന്നാണ് ധനമന്ത്രി ആകെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പ്രസ്താവനയും നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിശ്വസിക്കാനാവില്ല. കാരണം കഴിഞ്ഞ ബജറ്റിലും ധനമന്ത്രി ഇത് തന്നെയാണ് പറഞ്ഞത്. ഒരു കുടിശ്ശികയും ഇല്ലാതെ എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി പെട്രോൾ ഡീസൽ സെസ് ഏർപ്പെടുത്തും എന്നാണ് പറഞ്ഞത്. അങ്ങനെ സെസ് ഏപ്രിൽ മാസം മുതൽ ഏർപ്പെടുത്തുകയും സെസ് പിരിച്ചു തുടങ്ങുകയും ചെയ്തു. 900 കോടി രൂപയാണ് ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ ആവശ്യമായത് എന്ന് ധനമന്ത്രി ഇന്ന് പറഞ്ഞു. പക്ഷേ സെസ് പിരിച്ച ഇനത്തിൽ ഒരു മാസത്തെയെങ്കിലും പെൻഷൻ വിതരണം ചെയ്യാനുള്ള തുക ലഭിച്ചില്ല. 750 കോടി രൂപയോളമാണ് പെട്രോൾ ഡീസൽ സെസ് പിരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. അന്ന് പെൻഷൻ കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ ആ ഒരു മുൻകരുതലുകളെങ്കിലും എടുത്തിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പ്രസ്താവന മാത്രമാണ്, അതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ആ ഒരു പ്രസ്താവന ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് പെൻഷൻ ഇനിയുള്ള മാസങ്ങളിലും ഇപ്പൊക്കെ കിട്ടിപ്പോരുന്നത് പോലെ, അതായത് ഒരു 2-3 മാസം കൂടുമ്പോൾ ഒരു മാസത്തെ പെൻഷനൊക്കെ കിട്ടുന്ന രീതി തന്നെ ആയിരിക്കും ഇനിയും മുന്നോട്ട് പോവുക. യാതൊരു സംശയവുമില്ല, യാതൊരു പ്രതീക്ഷയും വേണ്ട, ഇങ്ങനെ തന്നെയാണ് പോവുക. ചിലപ്പോൾ ഫെബ്രുവരി പെൻഷൻ കിട്ടും, അല്ലെങ്കിൽ മാർച്ചിൽ ഒരു മാസത്തെ പെൻഷൻ കിട്ടും, ഫെബ്രുവരിയിൽ കിട്ടും എന്ന് ഉറപ്പില്ല. ആ ഒരു സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക. അല്ലാത്ത യാതൊരു പ്രതീക്ഷയും വേണ്ട. എവിടെ നിന്ന് എന്ത് പ്രലോഭന വാക്കുകൾ ഉണ്ടായാലും ഒരു മാസത്തെ പെൻഷൻ ലഭിക്കും, പെൻഷൻ കുടിശ്ശിക ലഭിക്കും എന്നൊക്കെ പറഞ്ഞാലും ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ സാധിക്കുകയുള്ളൂ. ഇലക്ഷന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ കേരളത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി തീരും, അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നാണ് ധനമന്ത്രി ഒരു ആശ പ്രകടിപ്പിക്കുന്നത് കണ്ടത്. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ക്ഷേമ പെൻഷൻ ഇനിയുള്ള കാലങ്ങളിൽ ഇങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക അവിടെ കിടക്കും. ഓരോ മാസത്തേതും നമുക്കിങ്ങനെ നൽകി പോരും. ഇനി സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും. അത് കഴിഞ്ഞ് ഒരു മാസം പെൻഷൻ ഉണ്ടാകില്ല, പിന്നീട് ഒരു മാസത്തെ പെൻഷൻ അങ്ങനെയായിരിക്കും ലഭിക്കുക. അതിന് ഇനി ലോക്സഭാ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഇനിയുള്ള ഓരോ മാസങ്ങളിലും പെൻഷൻ നൽകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. പക്ഷേ ഓരോ മാസത്തേത് മാത്രമേ ലഭിക്കൂ. കുടിശ്ശികയുടെ കാര്യം നമ്മൾ ആലോചിക്കുക പോലും വേണ്ട. കാരണം ഓരോ ഗുണഭോക്താവിനും 9600 രൂപയാണ് ഫെബ്രുവരിയിലേതടക്കം നൽകാനുള്ളത്. ഇതെല്ലാം നൽകണം എങ്കിൽ 6000 കോടി രൂപക്ക് മുകളിൽ വേണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിന് അത് ചിന്തിക്കാൻ പോലും ആവാത്ത സ്ഥിതിയാണ്. പെൻഷന്റെ കാര്യത്തിൽ ഒരു വർധനവ് ഉണ്ടായിട്ടില്ല. ഏപ്രിൽ മാസം മുതൽ പെൻഷൻ കൃത്യമായിട്ട് ഓരോ മാസത്തെയും കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് ധനമന്ത്രി ബജറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ ഉണ്ടായിട്ടുള്ള കാര്യം. എന്നാൽ സർക്കാർ ജീവനക്കാരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു നടപടി ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രസ്താവന പോലും ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം എങ്ങനെയാണ് കുടിശ്ശിക തീർക്കുക എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത നൽകിയിട്ടില്ല. പെൻഷൻ കുടിശ്ശിക ഇല്ലാതെ വിതരണം ചെയ്യാൻ വേണ്ട നടപടികൾ അടുത്ത സാമ്പത്തിക വർഷം മുതൽ സ്വീകരിക്കും എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അടുത്ത സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ ഈ 2024 ഏപ്രിൽ 1 മുതലാണ്. അപ്പോഴും ആ ഏപ്രിൽ ആകുമ്പോഴേക്കും നിലവിലുള്ള കുടിശ്ശിക എത്രയാകും എന്നുള്ളത് നമുക്ക് നിശ്ചയമില്ല. അത് അവിടെ നിൽക്കുമ്പോൾ ഏപ്രിൽ മാസം മുതൽ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യണമെങ്കിൽ സർക്കാരിന് വലിയ തുക വേണം. അതൊന്നും സർക്കാരിനെ കൊണ്ട് ഇപ്പോൾ കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയാണ്.
അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഒരു മാറ്റവും ഇല്ല. കേന്ദ്ര ബജറ്റ് കഴിഞ്ഞപ്പോഴും സംസ്ഥാന ബജറ്റ് കഴിയുമ്പോഴും നമുക്ക് പ്രതീക്ഷിച്ചതൊന്നും നൽകാതെയാണ് ഇലക്ഷനെ നേരിടാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മുന്നോട്ട് പോകുന്നത്. കിസാൻ സമ്മാൻ നിധിയുടെ വർധനവ് ഉണ്ടാകും എന്ന് പറഞ്ഞ് അതുണ്ടായില്ല. ഇപ്പൊ പെൻഷൻ വർധനവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. LDF-ൽ നിന്നും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നിട്ടും പെൻഷൻ വർധനവ് ഉണ്ടായില്ല. പെൻഷൻ കുടിശ്ശിക എന്ന് വിതരണം ചെയ്യുമെന്നോ അല്ലെങ്കിൽ നിലവിലുള്ള കുടിശ്ശികയിൽ 2 മാസത്തേതെങ്കിലും വിതരണം ചെയ്യുമെന്നോ ഉള്ള ഒരു പ്രസ്താവനയും നമ്മൾ ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്നു. അതും ഉണ്ടായില്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.